ആമേൻ. കർത്താവിന് മഹത്വം. അങ്ങനെ നമ്മൾ ശനിയാഴ്ച പ്രഭാതത്തിലെത്തി. ഇന്ന് പകലിൽ, അല്ലെങ്കിൽ ചില രാജ്യങ്ങളിൽ ഏത് സമയമാണെന്ന് അറിയില്ല ഇത് കേൾക്കുമ്പോൾ, ഈ ആഴ്ചയുടെ ഏറ്റവും ഒടുവിലത്തെ ദിവസം. ഇതാ നമ്മൾ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിന് നന്ദി പറയാനായിട്ട്, ഈ ആഴ്ച മുഴുവനും നടത്തിയ ദൈവത്തിന് നന്ദി എന്ന് പറയുവാൻ ഇതാ നമ്മൾ വീണ്ടും വന്നിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ കൂട്ടായ്മയ്ക്കും പ്രത്യേകം നന്ദി. മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോകളൊക്കെ ഷെയർ ചെയ്യാനും ഈ കൂട്ടായ്മയുടെ ഒരു ഭാഗമായി നിൽക്കാനും ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ അറിയിക്കണം. നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യം പണിയാം. അത് ഏത് രാജ്യത്തിരുന്നും നമുക്ക് ഈ ശുശ്രൂഷകൾ ചെയ്യാം. പല രാജ്യത്തിരുന്ന് പല ദൈവദാസന്മാർ എനിക്ക് കൂട്ടായ്മയുടെ വലങ്കരം തരുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഈ ശുശ്രൂഷകൾ മുന്നോട്ട് പോകാൻ പാടാണ്. പലതുള്ളി പെരുവെള്ളം അത് തന്നെ മലവെള്ളം എന്ന് വായിക്കുന്ന പോലെ നിങ്ങൾക്ക് കഴിയുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിലും നിങ്ങളുടെ കൈത്താങ്ങൽ ഞങ്ങൾക്ക് ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്ത് ഒരു വലിയ ഈ മനോഹരമായ ഈ മേശ, കസേര എല്ലാം വിൽക്കുന്ന ഒരു വലിയ സ്ഥാപനം, ഒരു വീടിൻ്റെ അകത്ത് അലങ്കാരങ്ങൾ ചെയ്യുന്ന മനോഹരമായി വളരെ വിലപിടിപ്പുള്ള ഒരു അലങ്കാരങ്ങളിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു കച്ചവട കേന്ദ്രമാണത്, ഒരു ബിസിനസ് സ്ഥാപനം. അവിടെ ചെന്നപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഈ സ്ഥാപനത്തിലെ എല്ലാ മേശകളും കസേരകളും പാസ്റ്റർ കൊണ്ടുപോയി നിങ്ങളുടെ TV പ്രോഗ്രാമിൽ വീഡിയോയിൽ ഉപയോഗിച്ചിട്ട് സമയം പോലെ കൊണ്ടുവന്ന് തന്നാൽ മതി. എത്ര വിലപിടിപ്പുള്ള സംഭവങ്ങളാ! അത്രയും വിലപിടിപ്പുള്ളതെല്ലാം കൊണ്ടുപോയിക്കോളാൻ. ഇതുപോലെ മനസ്സ് കാണിക്കുന്ന ഔദാര്യ ഹൃദയങ്ങളുള്ള ആയിരക്കണക്കിന് ജനങ്ങൾ ഞങ്ങൾക്കിങ്ങനെ കൂട്ടായ്മയുടെ വലങ്കരം കാണിച്ചു തരാറുണ്ട്. അതുകൊണ്ട് ഓരോ സമയത്തും വേണ്ടത് ദൈവം ഞങ്ങൾക്ക് തരും. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്കൊരു 13,000 രൂപയുടെ ഒരു കൊച്ചു ക്യാമറ, അതൊരു ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. ക്യാമറ വെക്കുന്ന കട പോലും അല്ല, മിഠായി വെക്കുന്ന കടയിൽ നിന്നാണ് 13,000 രൂപയുടെ ഒരു ക്യാമറ മേടിച്ചു. ഒരു കയ്യിൽ പിടിക്കുന്ന ക്യാമറ. അത് നല്ല നട്ടുച്ച വെയിലത്ത് 12 മണിക്ക് വെയിലത്തിരുന്നാലേ അതിൽ ക്യാമറയിൽ കാണുള്ളൂ. അപ്പം ഞാൻ തെങ്ങും കുറ്റിയിലായിരിക്കുന്നത്. അന്ന് എനിക്കൊരു സ്യൂട്ടുണ്ട്. സ്യൂട്ടിട്ട് നട്ടുച്ച വെയിലത്ത് തെങ്ങും കുറ്റിയിൽ ഈ തലയും വെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചേ. അതായത് ചെങ്കടൽ രണ്ടായി പിളർന്നത് പോലെ എൻ്റെ തല രണ്ടാകും. അതുപോലത്തെ വെയില. കുട ചൂടാൻ പറ്റുമോ? കാരണം അത്രയും വെയിലത്ത് എടുത്താലേ എന്നെ കാണൂ. അന്ന് ആ വീഡിയോ അന്ന് കാണുമ്പോൾ, എത്ര വർഷങ്ങൾക്ക് മുമ്പ്, എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം തീരെ ചെറുതാണ്. ഇന്നിപ്പോൾ അവരാണ്, ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ എൻ്റെ മക്കളെല്ലാം നഴ്സറിയിലും ഒക്കെ പഠിക്കുന്ന കാലം. ഇന്ന് ഈ മീഡിയയിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും അന്ന് ഉണ്ടായിരുന്നു ചർച്ചിൽ. എന്നാൽ അവരെല്ലാം അമ്മയുടെ എളിയിലിരിക്കുന്ന, ഒക്കത്തിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. കാലങ്ങൾ അത്രയും പഴക്കമുള്ള കാര്യമോ പറയുന്നത്? ആരുമില്ല. അന്നത്തെ ഒരു പ്രോഗ്രാം TV-യിലൂടെ, അന്ന് കേബിൾ TV-യിലെല്ലാം ഞങ്ങൾ ഈ പ്രോഗ്രാം ഇടും. അങ്ങനെ TV-യിലൂടെ കണ്ടിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ വീട് പാസ്റ്ററിന് തുറന്നു തന്നിരിക്കുന്നു. വിശ്വസിക്കാൻ പറ്റുന്നില്ല. എയർ കണ്ടീഷൻ വീട്. മാത്രമല്ല രാത്രി മുഴുവനും പ്രോഗ്രാം എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ചായയും കാപ്പിയും തരാനായിട്ട് 2 പേരെ അവിടെ വെച്ചിരിക്കുകയാണ്. ചായയും കാപ്പി ഇട്ട് തരാൻ, ഞങ്ങൾക്ക് കഴിക്കാൻ, ഞങ്ങളെ സ്വീകരിക്കുന്നത് ചിന്തിക്കാൻ കഴിയുന്നില്ല. അതായത് എന്തുണ്ടോ അതുകൊണ്ടാണ് തുടങ്ങണം, അതിൻ്റെ പുറകെ വഴികളെല്ലാം തുറക്കും. ഇങ്ങനെയാണ് പ്രൈസ് ജനറേഷൻ ഈ ജീസസ് എവരിഡേ എന്ന പ്രോഗ്രാം കൊണ്ടുപോകുന്നു. ഒന്നും മുന്നിൽ കണ്ടിട്ടല്ല, ചെയ്യുമ്പോൾ അതിൻ്റെ വാതിലുകളൊക്കെ തുറന്നു വരികയാണ്. അപ്പോൾ ഇതുപോലെ അനേക കുടുംബങ്ങൾ
ഇത്രയും വർഷത്തിനിടയിൽ രക്ഷിക്കപ്പെട്ടു. ആ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് കുടുംബം സ്നാനപ്പെട്ടു. ഞാനാണ് അവരെ സ്നാനപ്പെടുത്തിയത്. അങ്ങനെ ഒത്തിരി കളക്ടറേറ്റിലെ ഡെപ്യൂട്ടി കളക്ടർ, ഡെപ്യൂട്ടി തഹസീൽദാർ കുടുംബം സ്നാനപ്പെട്ടു. എന്തെല്ലാം കാര്യങ്ങൾ കർത്താവ് ചെയ്തു. എന്താ കാര്യം? ഉള്ളതുകൊണ്ട്, ഞങ്ങൾക്ക് എന്തുണ്ടോ ഞങ്ങൾ അതുകൊണ്ട് കർത്താവിനെ സേവിക്കും. അതുകൊണ്ട് ഈ കൂട്ടായ്മയിൽ ഒരു കൂട്ടായ്മയുടെ കരം തരാൻ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ഇതിൻ്റെ ഒരു ഭാഗമായി മാറണം. അതിനായി കർത്താവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ. നമുക്ക് ചേർന്ന് യേശുവിനെ ആരാധിക്കാം. Do something new in my life, something new in my life, something new in my life. Oh Lord, do something new in my life, something new in my life, something new in my life. Oh Lord, do something new in my life, something new in my life, something new in my life. Oh Lord, something beautiful in my life, something beautiful in my life, something beautiful in my life. Oh Lord, do something new in my life, something new in my life, something new in my life. Oh Lord, do something new in my life, something new in my life, something new in my life. Oh Lord. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അവസരങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. അത് സഭാപ്രസംഗി 9:11 വാക്യം, നീണ്ട ദിവസങ്ങൾ അതേ വാക്യം ഉപയോഗിച്ച് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചു. ഇന്നും അതിൽ നിന്ന് ചില കാര്യങ്ങൾ പറയുവാൻ എൻ്റെ ഹൃദയത്തിൽ തോന്നുന്നു. സഭാപ്രസംഗി 9:11 വാക്യം, പിന്നെ ഞാൻ സൂര്യന് കീഴെ കണ്ടത്, വേഗതയുള്ളവർ ഓട്ടത്തിലും വീരന്മാർ യുദ്ധത്തിലും നേടുന്നില്ല. ജ്ഞാനികൾക്ക് ആഹാരവും വിവേകികൾക്ക് സമ്പത്തും സാമർഥ്യമുള്ളവർക്ക് പ്രീതിയും ലഭിക്കുന്നില്ല. അവർക്കൊക്കെയും കാലവും ഗതിയും അത്രേ ലഭിക്കുന്നത്. അതായത് എല്ലാവർക്കും ദൈവം കൊടുക്കുന്നത് സമയവും ചാൻസുമാണ്. എത്ര മിടുക്കനാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ ഓട്ടക്കാരനാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ വിവേകിയാണെന്ന് പറഞ്ഞാലും, എത്ര സാമർഥ്യമുണ്ടെന്ന് പറഞ്ഞാലും, ദൈവം അവർക്ക് നന്മയല്ല കൊടുക്കുന്നത്, ചാൻസുകളാണ് കൊടുക്കുന്നത്. സമയവും അവസരവും. എല്ലാവരും ഒന്ന് പറയാമോ? സമയവും അവസരവും. അപ്പോൾ ദൈവം തന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് എല്ലാവരും നന്മകൾ കാണുന്നത് എന്നാണ് ഈ വാക്യത്തിൽ നിന്ന് ശലോമോൻ എന്ന ജ്ഞാനിയായ, ദൈവത്തിൻ്റെ ജ്ഞാനിയായ മനുഷ്യൻ നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും ദൈവം സമയം കൊടുക്കും. നീ 100 പ്രാവശ്യം ചെയ്തിട്ട് തോറ്റാലും നീ പേടിക്കേണ്ട, കാരണം സമയമുണ്ടെങ്കിൽ ഇനിയും ചാൻസ് ഉണ്ട്. നീ 1000 പ്രാവശ്യം ഒരു കാര്യം ചെയ്തു തോറ്റുപോയാലും പേടിക്കേണ്ട, കാരണം സമയമുണ്ടെങ്കിൽ ചാൻസുമുണ്ട്. നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അതിൻ്റെ അർത്ഥം ഇനിയും ചാൻസ് ഉണ്ടെന്നാണ്. നിനക്ക് പ്രായമായോ, നിനക്ക് വിദ്യാഭ്യാസമുണ്ടോ ഇല്ലയോ, നീ മിടുക്കനാണോ മിടുക്കിയല്ലയോ, ഇതൊന്നും വിഷയമല്ല. സമയം നിനക്ക് കിട്ടിയോ? കോവിഡ് വന്നിട്ട് നീ മരിച്ചില്ലല്ലേ? അപ്പം നിനക്ക് ഇനിയും ചാൻസ് ഉണ്ട്. ഉയരാനുള്ള ചാൻസുകളാണ് ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത്. ചാൻസുകളെ ഉപയോഗിച്ചവർ, സമയത്തെ തക്കത്തിൽ ഉപയോഗിച്ചവർ അത്ഭുതങ്ങളായി മാറി. അതാണ് യാക്കോബിന്റെ ചരിത്രം. യാക്കോബ് ഒരു കൂടാരവാസിയായിരുന്നു.
അവൻ്റെ സഹോദരൻ ഭയങ്കര മിടുക്കനായിരുന്നു. മിടുക്കനെന്ന് പറഞ്ഞാൽ ഇന്ന് ചില പിള്ളേർ ബുള്ളറ്റിന് പോകില്ലേ, അതിൻ്റെ ഒരു 10 മടങ്ങായിരുന്നു ആര്? ഏശാവ്. അവൻ വനസഞ്ചാരിയായിരുന്നു. കാട്ടിൽ പോയി, കൊടും കാട്ടിൽ സിംഹങ്ങളുള്ള ഘോര വനത്തിൽ പോയി മൃഗങ്ങളെ വേട്ടയാടുന്ന ഒരു നായാട്ടു വീരനായിരുന്നു. യാക്കോബോ അവനെപ്പോലും കഴിവുകളൊന്നുമില്ല, ഒരു സാധുശീലൻ, കൂടാരവാസി. അമ്മയുടെ വാക്ക് കേട്ട് അടുക്കളയിലിരുന്ന് അമ്മയെ സഹായിച്ച് പായസം ഉണ്ടാക്കാൻ പഠിപ്പിച്ച്, അമ്മ നമ്മുടെ മലയാള ശൈലി പറഞ്ഞാൽ മോനെ ഒരു തേങ്ങ ചരണ്ടി താടാന്ന് പറഞ്ഞാൽ തേങ്ങ ചരണ്ടിയും, അമ്മയുടെ കൂടെ അടുക്കളയിലിരുന്നും ഒരുമിച്ച് നിന്നും അമ്മയോടുകൂടെ സഞ്ചരിക്കുന്ന ഒരു മകൻ. മൂത്തവൻ അപ്പന് പ്രിയനും ഇളയവൻ അമ്മയുടെ പ്രിയനും. അങ്ങനെ പോകുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ഒരു നിയോഗം യാക്കോബിൽ കിടപ്പുണ്ട്. എന്താണ്? അതിവൻ്റെ അമ്മയോട് ദൈവം പറഞ്ഞതാണ്. ഈ കുഞ്ഞുങ്ങൾ ഇരട്ടക്കുട്ടികളായിരുന്നു, ഏശാവും യാക്കോബും. അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ ഈ പിള്ളേർ തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ചവിട്ടും തൊഴിയായപ്പോൾ റിബേക്ക പറഞ്ഞു, ഇങ്ങനെയായാൽ ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോയി. ദൈവം പറഞ്ഞു, 2 രാജ്യങ്ങൾ നിന്റെ വയറ്റിൽ കിടപ്പുണ്ട്. ആ ചെറിയ രാജ്യം ഉണ്ടല്ലോ, അത് ഏറ്റവും വലിയ രാജ്യമായി മാറും. ഇളയവൻ ചേട്ടനാകും. ദൈവം പറഞ്ഞു കൊടുത്തതാണ്. യാക്കോബ് വാസ്തവത്തിൽ ഒരു ഉപായിയാണോ? അല്ല. യാക്കോബ് ഒരു ഉപായത്തരവും ചെയ്തിട്ടില്ല. എന്നാൽ അവൻ അനുഗ്രഹത്തിന് വേണ്ടി ചില ഉപായത്തരങ്ങൾ ചെയ്തെങ്കിലും അത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ തെറ്റല്ല. അവൻ അവിടെ ഒരു ബലപ്രയോഗമാണ് നടത്തിയത്. നമ്മൾ വായിക്കുന്ന യോഹന്നാന്റെ നാൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരികൾ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. അതിൻ്റെ അർത്ഥം യോഹന്നാന്റെ പ്രസംഗം കേട്ട പലരും ബലം പ്രയോഗിച്ച് യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ട് സൗഖ്യമായി. യോഹന്നാന്റെ പ്രസംഗം കേട്ട സുറഫോനിക്കക്കാരി വന്ന് മേശമേൽ നിന്ന് വീഴുന്ന നുറുക്ക് നായ്ക്കുട്ടികൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ്, നായെങ്കിൽ നായ്, ഞങ്ങൾ സൗഖ്യമാകുമെന്ന് പറഞ്ഞ് ആ അപ്പ നുറുക്ക് മേടിച്ച് മകളുടെ സൗഖ്യമായി വാങ്ങിപ്പോകുന്ന അത്ഭുത കാഴ്ചകളാണ് പിന്നത്തേതിൽ കാണുന്നത്. അതായത് ബലാത്കാരികൾ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. വാസ്തവത്തിൽ യാക്കോബ് വിശ്വാസത്തിൻ്റെ ഒരു ബലപ്രയോഗമാണ് നടത്തുന്നത്. അപ്പൻ്റെ അനുഗ്രഹം എൻ്റെ മേൽ വന്നാൽ, ജ്യേഷ്ഠാവകാശം എൻ്റെ മേൽ വന്നാൽ, ഞാൻ ഒരു രാജ്യമായി മാറുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഞാൻ എത്തിച്ചേരുന്നു. അപ്പോൾ അവൻ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ആഗ്രഹിച്ചു. വലിയ സ്വപ്നങ്ങൾ കാണാൻ അവന് സമയമുണ്ടായി. വനസഞ്ചാരിക്കോ ചേട്ടനോ നിലത്തിരുന്നിട്ട് വേണ്ടേ ബൈബിൾ വായിക്കാൻ? പുള്ളിക്കാരനാണെങ്കിൽ ബൈബിൾ വായിക്കാൻ നേരമില്ല. പോകാൻ നേരത്ത് ഏശാവ് ഇങ്ങനെ ഒന്ന് ബൈബിൾ തുറക്കും, ആദ്യം കിട്ടിയ വാക്യം വായിച്ചിട്ട് പോകും. ഒരിക്കലും ഒരാൾ അങ്ങനെ വായിച്ചതാണ്. എന്താണ്? യൂദ കെട്ടിഞ്ഞാണ് ചത്തു, പേടിച്ചു പോയി, അടച്ചു കളഞ്ഞു. ഏതായാലും ഒന്നുകൂടി നോക്കാമെന്ന് കരുതി വീണ്ടും തുറന്നു. അപ്പൊ കണ്ടത്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. അതോടെ പുള്ളി ബൈബിൾ വായനയെ നിർത്തിക്കളഞ്ഞു. അപ്പോൾ ഇങ്ങനെ കണ്ണടച്ചു തുറക്കുമ്പോൾ കിട്ടുന്നതല്ല വചനം. ബൈബിൾ വായിക്കുമ്പോൾ ബൈബിളിലെ വചനങ്ങൾ നമ്മളോട് സംസാരിക്കും. ഏശാവിന് സമയമില്ല, 100 തിരക്കാണെന്നേ. കുളിച്ച് റെഡിയായി ഒരുങ്ങി സ്പ്രേയൊക്കെ അടിച്ച് പോകാൻ നേരത്ത് പെട്ടെന്ന്, ഇത് പറയുമ്പോൾ ചില വീടുകളിലെ ബൈബിൾ വായനയുടെ രീതിയാണ് ഞാൻ പറയുന്നത്. ഏശാവുമാരെ അവരിങ്ങനെയാണ് വായിക്കുന്നത്. പിന്നെ സമയം ലാഭിക്കാൻ 23-ാം സങ്കീർത്തനവും 115 തോന്നുന്നു ചെറിയ സങ്കീർത്തനങ്ങളുണ്ട്. 119 വായിക്കാൻ ചിന്തിക്കാൻ പോലും കഴിയില്ല, കാരണം കിടക്കുകയാണ് അങ്ങനെ കടൽ പോലെ. ഏതായാലും വേദപുസ്തകത്തെ തുടർമാനമായി ഹൃദയപൂർവ്വം വായിച്ചു നോക്ക്. യാക്കോബിന് ഒത്തിരി നേരമുണ്ട്, അവന് ദൈവത്തോടു കൂടെ ഇരിക്കാൻ സമയമുണ്ട്. അന്ന് വേദപുസ്തകം ഇല്ലായിരുന്നു.
മോശയുടെ കാലത്താണ് ന്യായപ്രമാണ പുസ്തകം വന്നത് തന്നെ. അന്ന് പഞ്ചഗ്രന്ഥങ്ങളേ ഉള്ളൂ മോശയുടെ കാലത്തും. പിന്നീട് രാജാക്കന്മാരുടെ കാലങ്ങളിലൂടെ വന്ന് യെശയ്യാവ് തൊട്ട് മലാക്കി വരെ എത്തിയപ്പോൾ ന്യായപ്രമാണ പുസ്തകങ്ങൾ 39 പൂർത്തീകരിക്കപ്പെട്ടു. എന്നാൽ പഴയ കാലത്ത് പലരുടെയും കയ്യിൽ ഒന്നുമില്ലായിരുന്നു. യാക്കോബിൻ്റെ കാലത്ത് യാക്കോബ് ഇരിക്കും. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കാനുള്ള സമയം അവനുണ്ടായിരുന്നു. നമ്മുടെ കഴിവുകളോ മിടുക്കുകളോ വീരപരാക്രമങ്ങളോ ഒന്നും ആരോടും പറയണ്ട. ഇതൊന്നുമല്ല നമ്മെ അനുഗ്രഹിക്കുന്നത്. ദൈവത്തോടുകൂടെ സമയം ചെലവഴിക്കുന്നവരെ ദൈവം മുൻപിൽ കയറ്റും. ഇതാ യാക്കോബിന് ഒരു ദിവസം നല്ലൊരു പായസം വെക്കാൻ തോന്നി. അന്നത്തെ പായസം ഒരു 1.5 പായസമായിരുന്നു. ഉപ്പ് കൃത്യം, മധുരം കൃത്യം. നല്ല പായസം വെക്കുന്നവര് അതിനകത്ത് അല്പം ഉപ്പ് ചേർക്കും. അതിനൊക്കെ ഒരു കണക്കുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ വിചാരം ഞാൻ നല്ല പായസം വെക്കുന്നവൻ ചുമ്മാതാ, ചായ വെക്കാൻ പോലും അറിയില്ല. പക്ഷെ പറയാൻ 100 നാക്ക. അങ്ങനൊരു നാവ് മാത്രമേ ദൈവം എനിക്ക് തന്നുള്ളൂ. ഞാൻ പായസം വെച്ചാൽ അമ്പലപ്പുഴ പായസം വെച്ചതുപോലെയാവും. അതെങ്ങനെയാണെന്നറിയാമോ? പണ്ടൊരാൾ പറഞ്ഞു, എങ്ങനെയാണ് അമ്പലപ്പുഴ പായസം വെച്ചത്? വേണ്ടെന്ന് വെച്ചു. ഇതാണ് എൻ്റെ പായസം വെക്കൽ. അപ്പോൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ തോന്നുകയാണ്, നല്ലൊരു പായസം വെക്കണം. അത് അവൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവനെ തോന്നിക്കുകയാണ്. മനോഹരമായി കുക്കിംഗ് ഒരു കലയാണ്. അത് ഒത്തിരി പേരെ സ്വാധീനിച്ചിട്ടുണ്ട്. നൃത്തം ഒരു കലയാണ്. ഹെരോദ രാജാവിനെ ആ രാജ്യത്തിൻ്റെ പകുതി വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞത് ഒരു പെങ്കൊച്ചിൻ്റെ ഡാൻസാണ്. അവസാനം യോഹന്നാൻ്റെ തല പോയ കേസായിരുന്നു ആ ഡാൻസ് കൊണ്ടുപോയി എത്തിച്ചത്. അപ്പോൾ ചിലരുടെ മുഖത്തോട്ട് നോക്കിയാൽ രാജ്യത്തിൻ്റെ പകുതി തരാമെന്ന് പറഞ്ഞു പോകും. അങ്ങനത്തെ എസ്തേറുമാരും ഈ ഭൂമിയിൽ ദൈവകൃപ കൊണ്ട് നിറഞ്ഞ മുഖമുള്ള സ്ത്രീകളും ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്. മറക്കരുത്. യാക്കോബിന് മനോഹരമായ ഒരു പാചക കൃപ ദൈവം കൊടുത്തു. എല്ലാം ഒരു കൃപയാണ്. അഗബോസും പൗലോസും അപ്പോസ്തലന്മാരും എല്ലാം മാറി മാറി വന്ന് താമസിച്ചൊരു വീടുണ്ട്, ഫിലിപ്പോസിൻ്റെ വീട്. 4 പെൺപിള്ളേര്, പ്രവചനത്തോട് പ്രവചനം. അമ്മ ഇടക്കിടക്ക് വരും, എല്ലാവർക്കും ചായ കൊടുക്കും, കാപ്പി കൊടുക്കും, കപ്പ, മീൻ, എല്ലാം കൊടുക്കും. പണ്ടിങ്ങനെ പാടില്ലേ, പെന്തിക്കോസി ചേരണം, കപ്പയും മീനും തിന്നണം. വാസ്തവത്തിൽ പ്രാർത്ഥനക്കാരുടെ കപ്പയും മീനും ഒരു പ്രത്യേക രുചിയാണ്. ചർച്ചിൽ വരുന്നവർ പറയും, ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് കഞ്ഞിയും പയറും കൂട്ടത്തിൽ അച്ചാറിനകത്ത് നാരങ്ങയും ഈന്തപ്പഴവും ചേർത്ത ഒരു റെസിപ്പി ഞങ്ങളുടെ പ്രൈസ് ജനറേഷൻ ചർച്ചിൻ്റെ ഒരു റെസിപ്പിയാണ്. അതൊരു 1.5 അച്ചാറാണ്. കൂട്ടി നോക്കണം നിങ്ങൾ. പിന്നെ എൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നില്ലെങ്കിലും കഞ്ഞി കുടിക്കാൻ വരും. അപ്പോൾ യാക്കോബിന് ഇതുപോലെ ദൈവം പ്രത്യേക റെസിപ്പികൾ കൊടുത്തു. ആ കൃപ അത് യേശാവിനെ സ്വാധീനിച്ചു. എനിക്ക് ആ പായസം വേണം. കാട്ടിൽ മുഴുവനും ഓടി, വേട്ട തേടി നടന്നു, ഒന്നിനെയും കിട്ടിയില്ല. മാനിൻ്റെ പുറകെയും ആ കലമാൻ്റെ പുറകെയും കാട്ടാടിൻ്റെ പുറകെ ഓടി ഓടി കിതച്ചു. ഞാൻ വിശന്ന് മരിക്കും, കുറച്ച് പായസം എന്താ. യാക്കോബ് തക്കത്തിലൊരു വാക്ക് പറഞ്ഞു. തക്ക സമയത്ത് പറയുന്ന വാക്കുകൾ വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ. ചില സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞാൽ ചിലർ സമ്മതിക്കും. ഈ കുടുംബനാഥന്മാരോട് സംസാരിക്കുന്നത് അത്താഴത്തിന് അവർ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല കറിയെല്ലാം ഉണ്ടാക്കി വറുത്ത മീനൊക്കെ അങ്ങോട്ട് കൊടുത്ത് അച്ചാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പുറയിൽ നിന്നിട്ട് പറയും, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പം മക്കൾ പറയും, അമ്മ പറ. അന്നത്തെ അച്ചായന്മാരോട് അങ്ങനെ പുറകിൽ നിന്ന് പറയണം. ഇന്ന് അച്ചായന്മാർ അമ്മാമ്മമാരുടെ പുറകിൽ നിന്ന് പറയുന്ന കാലങ്ങളൊക്കെ വന്നുപോയി. അപ്പോൾ എന്താണ്, നല്ല ഭക്ഷണത്തിൻ്റെ സമയത്ത്, രുചിയുടെ സമയത്ത് എന്തും സമ്മതിച്ചു തരും. യാക്കോബ് പറഞ്ഞു, പായസം തരാം, എന്നാൽ ജ്യേഷ്ഠാവകാശം എനിക്ക് വേണം. എനിക്കെന്തിനീ വെറും ജ്യേഷ്ഠാവകാശം? ദീർഘവീക്ഷണമില്ലാത്തവൻ, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം കളഞ്ഞ യേശാവിനെ പോലെ ആകരുതെന്ന് പിന്നെ ലേഖനത്തിൽ അപ്പോസ്തലന്മാർ പറയുന്നു.
എന്താണ്? ഒരു രുചിയുടെ മുമ്പിൽ അവൻ മുട്ടുകുത്തിപ്പോയി. അതുപോലത്തെ രുചി, അതിൻ്റെ മണം, അതിൻ്റെ നിറം എല്ലാം കൂടി വ്യത്യാസമാണ്. കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു സഹോദരി മോരുകറി ഉണ്ടാക്കിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, കൂട്ടാൻ പോലും തോന്നുന്നില്ല. രുചിയില്ലാഞ്ഞിട്ടല്ല, മണമില്ലാഞ്ഞിട്ടല്ല. ആ മോരിൻ്റെ മുകളിൽ കരിവേപ്പല കൊണ്ട് ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഞാൻ തൊട്ടാൽ ആ ഡിസൈൻ പോവും. എന്തൊരു കഷ്ടമാണ്. എനിക്ക് അവസാനം അവർ പറഞ്ഞു, സഹോദരി പറഞ്ഞു, ഫാസ്റ്റ് കഴിക്കേ, ഡിസൈൻ ഇനിയും ചെയ്യാമല്ലോ. ഞാൻ പിന്നെ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു. കാരണം ഇന്ന് വരെ കണ്ടിട്ടില്ല. കലാപരമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നവരും വിളമ്പുന്നവരും തീറ്റിക്കുന്നവരുമുണ്ട്. ചിലർക്ക് വിളമ്പാനും തീറ്റിക്കാനും അറിയില്ല, ഉണ്ടാക്കാനേ അറിയാം. ഉണ്ടാക്കുന്നവർ വിളമ്പാനും, ചിലർക്ക് ആർക്ക് എങ്ങനെ വിളമ്പണമെന്ന് അറിയില്ല. ഉണ്ടാക്കണം, വിളമ്പണം, തീറ്റിക്കണം. ഇതാണ് അതിഥി സൽക്കാരം. അങ്ങനെയാണ് 3 പേരറിയാതെ ആ ഒരു വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് വരുന്നയാണ്ടിൽ ഈ സമയത്ത് നന്മയുണ്ടാകുമെന്ന് പറഞ്ഞത്. രുചികരമായ ഭക്ഷണം സാറാ വെച്ചു. ആമേൻ. യാക്കോബിൻ്റെ ഭക്ഷണം, എനിക്ക് തോന്നുന്നു അമ്മച്ചിയുടെ, വല്യമ്മച്ചിയുടെ കൈപുണ്യം ഈ ചെറുക്കന് കിട്ടിയതാണ്. അപ്പം ചില കുടുംബത്തിൽ വല്യമ്മച്ചിയുടെ ഗുണം, മാതാപിതാക്കളുടെ ഗുണം അടുത്ത തലമുറയിലേക്ക്, കൊച്ചുമോനായ യാക്കോബിൻ്റെ വീട്ടിലോട്ട്, അവൻ്റെ ജീവിതത്തിലേക്ക് അതൊരു കൃപയായിട്ട് കിട്ടിയതാണ്. ചിലരൊരു ചായ വെച്ചാൽ, ചിലരെന്ത് വെച്ചാലും അതൊരു പ്രത്യേക രുചിയാണ്. വെറുതെ എൻ്റെ അമ്മ ഒരു കുറച്ച് ഉള്ളിയും മുളകും പിന്നെ എന്താണ് ഉണക്കമുളക് അതൊന്ന് വഴറ്റി, പിന്നെ കുറച്ച് കല്ലുപ്പ്, പിന്നെ കുറച്ച് ചുവന്നുള്ളി, കുറച്ച് പുളി, ഇതെല്ലാം കൂടി ചേർത്ത് 2 ഇടി ഇടിച്ച് കൊണ്ടുവന്ന് വെച്ചാൽ അതുപോലെ ഒരു കറി വെക്കത്തില്ല. അതുപോലത്തെ രുചിയാണ്. അത് ചിലരുടെ കയ്യിലുള്ള ദൈവം കൊടുത്തിരിക്കുന്ന ഗ്രേസാണ്. അങ്ങനെ യാക്കോബ് കൊടുത്ത ഭക്ഷണത്തിൻ്റെ മുൻപിൽ ജ്യേഷ്ഠാവകാശം സ്വന്തമായി. അവൻ ഇടിച്ചു കയറി. എങ്ങോട്ട്? അവൻ ജ്യേഷ്ഠനായി മാറി. അടുത്തത്, ചേട്ടൻ്റെ അനുഗ്രഹം അപ്പനിൽ നിന്ന് എനിക്ക് കിട്ടണം. അങ്ങനെ അവൻ വേഷം മാറി, അമ്മ പറഞ്ഞതുപോലെ ചേട്ടൻ്റെ വസ്ത്രം ധരിച്ച്, ചേട്ടൻ്റെ പോലെ അഭിനയിച്ച്, ചേട്ടനാണെന്ന് കാണിച്ച്, കാഴ്ച മങ്ങിയ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് ഇറച്ചി, അമ്മയുണ്ടാക്കിയ ഭക്ഷണം കൊടുത്ത് അനുഗ്രഹത്തെ അപഹരിച്ചെടുക്കുന്നതും നാം കാണുന്നു. ബലാത്കാരികൾ സ്വർഗരാജ്യത്തെ എന്തു വിലയും മുടക്കി ബലാത്കാരം ചെയ്യും. ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കും. ജ്യേഷ്ഠാവകാശത്തിൻ്റെ വിലയറിയാത്തവന് എന്തിനാണ് അനുഗ്രഹം? പലർക്ക് സഭയിൽ വന്നാൽ കൃപയുടെ വരങ്ങളുടെ വിലയറിയില്ല. അവർക്ക് എന്തിനാണ് കർത്താവേ കൃപാവരങ്ങൾ തരണേ, നിനക്കെന്തിനാ കൃപാവരം? അതിൻ്റെ വില അറിയുന്നവർ അതിനെ പിടിച്ചെടുക്കട്ടെ. അങ്ങനെ അവസരങ്ങളും സമയവും തക്കത്തിൽ ഉപയോഗിച്ച് ഉയർന്നു വന്ന ഒരു രാജ്യമായി വന്നവനാണ് യാക്കോബ്. യാക്കോബിനെ ദൈവം ഇസ്രായേലാക്കി മാറ്റി. യാബോക്ക് കടവിൽ രാത്രി മുഴുവനും അവൻ പ്രാർത്ഥനയിൽ പകലാക്കി മാറ്റി. പ്രാർത്ഥിച്ച് രാത്രിയെ പകലാക്കി മാറ്റി. ദൈവം അവൻ്റെ പേര് മാറ്റിയിട്ടു. അവൻ രാജ്യമായി മാറി. ബലാത്കാരം, സമയവും അവസരങ്ങളും യഥോചിതം തക്കത്തിൽ ഉപയോഗിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഇസ്രായേലിൻ്റെ തലമുറയാണ് ഇന്ന് ആമേൻ കാണുന്ന ആ വലിയ രാജ്യം. ഇന്ന് ലോകത്തിൽ സമ്പന്നതയുടെയും ടെക്നോളജിയുടെയും നെറുകയിൽ നിൽക്കുന്നവർ, അവർക്ക് ദൈവം സമയവും അവസരങ്ങളും ഉപയോഗിക്കാൻ കൃപ കൊടുത്തു. അവരെല്ലാവരിലും കുറഞ്ഞവരായിരുന്നു. എന്നാൽ ദൈവം സമയം ഉപയോഗിക്കും. ഇന്ന് അവർ പ്രതികൂലത്തിലാണ്. എല്ലാ രാജ്യങ്ങളും, ആ ചുറ്റുവട്ടത്തുള്ള സകല രാജ്യങ്ങൾ അവർക്കെതിരാണ്. എന്നാൽ അവരുടെ നിലനിൽപ്പ് സമയവും അവസരവും ഉപയോഗിച്ചാണ്. സമയവും അവസരവും ഉപയോഗിക്കുന്നവർ തോറ്റുപോകില്ല. ദൈവം നമുക്ക് ഇനിയും സമയം തരും. കുതിച്ചു കയറണം. ഒരു ചെറിയ ചാൻസ് കിട്ടിയാൽ ഇടിച്ചു കയറണം. ഏശാവ് നേരത്തെ പുറത്തു വന്നെങ്കിലും ജ്യേഷ്ഠാവകാശം ഇടിച്ചു കയറി സ്വന്തമാക്കിയ യാക്കോബിനെ പോലെ മുമ്പന്മാർ പിമ്പന്മാരും, പിൻപന്മാരും മുമ്പന്മാരുമാകുന്ന ദൈവവചനം പോലെ നമ്മുടെ അനുഗ്രഹങ്ങൾ സമയവും
അവസരം ഉപയോഗിച്ച് തക്കത്തിൽ നമുക്കത് പ്രാപിച്ചെടുക്കാൻ യേശു കൃപ തരട്ടെ. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഈ ആഴ്ച മുഴുവനും ഞങ്ങളെ അനുഗ്രഹിച്ചു. നല്ല വചനങ്ങൾ തന്നു, നല്ല ഉദാഹരണങ്ങൾ തന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു. അങ്ങ് ഞങ്ങൾക്ക് തരുന്ന കഴിവുകളും പ്രാപ്തികളുമെല്ലാം സന്ദർഭോചിതമായി ഉപയോഗിച്ച് ഞങ്ങളുടെ അനുഗ്രഹങ്ങളെ പ്രാർത്ഥനയിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാനും അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പുതിയ ആഴ്ചകൾ തരുന്നതിനായി നന്ദി. പുതിയ മാസങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. വാഗ്ദത്ത മാസങ്ങൾ വരട്ടെ. നാളുകൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ജീസസ് എവരിഡേ എന്ന പ്രോഗ്രാം കാണുന്ന എല്ലാവരും അനുഗ്രഹത്തിൻ്റെ അടുത്ത പടിക്കെട്ടുകളിലേക്ക് ചവിട്ടി കയറട്ടെ. ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. സൗഖ്യങ്ങളും വിടുതലുകളും സാമ്പത്തിക ഉയർച്ചകളും തക്ക സമയത്ത് അവസരോചിതമായി പ്രാർത്ഥനാപൂർവ്വം ഇടിച്ചു കയറി കർത്താവിൽ നിന്ന് ഇവർ സ്വന്തമാക്കട്ടെ. ഞാനിവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. എല്ലാവർക്കും നന്ദി. ഈ ഒരാഴ്ചയിൽ മുഴുവനും ഈ പ്രോഗ്രാമിൽ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തതിന് നന്ദി. മറ്റുള്ളവർക്ക് ഈ വീഡിയോകൾ ഷെയർ ചെയ്യുക. നാളെ അനുഗ്രഹിക്കപ്പെട്ട സഭായോഗമുണ്ട്. രാവിലെ 8 മണിക്ക് നമ്മുടെ സഭായോഗം ആരംഭിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ID, ഈ സഭായോഗത്തിൽ പങ്കെടുക്കാൻ ID ആവശ്യമുള്ളവർക്ക് നേരത്തെ ഞങ്ങളോട് വ്യക്തമായി പേരും ഫോൺ നമ്പറും ഞങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് ID അയച്ചു തരുന്നതാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നേരിൽ ഇനിയും അടുത്ത ആഴ്ചകളിൽ കാണാം. ഗോഡ് ബ്ലെസ് യു.